നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു വകുപ്പാണ് രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ വകുപ്പിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്ട്രേഷനുമായി വന്നിട്ടുള്ള ആളുകൾ, അതുകൂടാതെ വിവാഹ രജിസ്ട്രേഷൻ, സ്ഥലവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ, ഇതിനൊക്കെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്നിട്ടും രജിസ്ട്രേഷൻ നടക്കുന്നില്ല. കാരണം ഒരു UPS പോലും ഇല്ലാത്ത ഒരു രജിസ്ട്രാർ ഓഫീസാണ് തൃക്കാക്കരയിലേത്. കറണ്ട് പോയാൽ അപ്പോൾ സിസ്റ്റം ഓഫാക്കും. അതാണ് തൃക്കാക്കര രജിസ്ട്രാർ ഓഫീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്റർനെറ്റ് ആണെങ്കിൽ അത് BSNL-ന്റെ കേബിൾ ബ്രേക്ക് ആകുന്നു. ആ സമയങ്ങളിലൊന്നും അവിടെ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഫോൺ ഉണ്ട്. ഈ ഫോണിന്റെ വയറുകൾ വലിച്ചിട്ടുണ്ട്, ഇതുവരെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗപ്രദമാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃക്കാക്കരയിലെ രജിസ്ട്രാർ ഓഫീസുകളിൽ രാവിലെ മുതൽ വന്ന് വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ, അതുകൂടാതെ 90 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരെ രജിസ്റ്റർ ചെയ്യാൻ രാവിലെ മുതൽ വന്ന് വൈകുന്നേരം വരെ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് തൃക്കാക്കര രജിസ്ട്രാർ ഓഫീസിൽ നടക്കുന്നത്. അതിന്റെ നേർക്കാഴ്ചയാണ് നന്മ 24 പുറത്തുവിടുന്നത്. എൻ്റെ പുറകിൽ കാണാം, ഈ ആളുകളൊക്കെ രാവിലെ മുതൽ വന്ന് രജിസ്ട്രേഷന് വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ ട്രഷറിയിൽ ഇതുമായി സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാം അടച്ച് ടോക്കൺ കിട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇരിക്കുന്ന ആളുകളായി കാണുന്നത്. അപ്പം ഇവരൊക്കെ ക്ഷമ നശിച്ചു. ഇവരെല്ലാവരും ഇങ്ങനെ വിളിച്ചു നന്മ 24 ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് നന്മ 24 ഇവിടെ എത്തിയതും ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചതും. ഏതായാലും വളരെ ദയനീയമാണ് ഇവരവസ്ഥ. ഇതിനകത്തിരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. ഇനി ഇതിനകത്ത് നോക്കാം, ഇതിന്റെ ഓഫീസിനകത്ത് നോക്കാം. നമുക്ക് കാണാം, വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വന്നു നിൽക്കുന്നതാണ്. നമുക്കറിയാം, കല്യാണം രജിസ്റ്റർ ചെയ്യാനൊക്കെ വധൂവരന്മാരെല്ലാം വന്ന് ഈ രജിസ്റ്റർ ഓഫീസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പൊ അവരൊക്കെ ഈ ചൂടത്തും, ലൈറ്റില്ല, നമുക്കറിയാം ഫാനുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് തൃക്കാക്കര രജിസ്ട്രാർ ഓഫീസിലെ ഇന്നത്തെ ഈ അവസ്ഥ. ഏതായാലും ഇതിന് പരിഹാരം അടിയന്തരമായും കാണേണ്ടതുണ്ട്. UPS ഇല്ല, അതുകൊണ്ട് സിസ്റ്റം എല്ലാം ഓഫായി. ഉച്ചയോടെ KSEB കണക്ഷൻ വന്നു. അപ്പോൾ ഇന്റർനെറ്റ് ഇല്ല. ഇന്റർനെറ്റിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് OFC കേബിൾ ബ്രേക്ക് ആയതായിട്ട് പറയുന്നു. ഇവിടുത്തെ കണക്ഷൻ BSNL-ന്റെ കണക്ഷനാണ്. അപ്പം ഈ BSNL-ന്റെ കണക്ഷൻ ആയതുകൊണ്ട്, ഈ OFC കേബിൾ ബ്രേക്ക് ആയതുകൊണ്ട് നെറ്റും ഇല്ലാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ടാണ്. ഏതായാലും ഈ രജിസ്ട്രേഷൻ വകുപ്പ് കോടികളുടെ വരുമാനം ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് അടിയന്തരമായും ഇടപെടണം. ഒരു UPS പോലും സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദയനീയം തന്നെയാണ്. ഏതായാലും അടിയന്തരമായിട്ട് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.